സുഹൃത്തുക്കളെ, നമ്മളിന്ന് ബിജുവിൻ്റെ വണ്ടിയിലാണ്. ഇതാ അതിൻ്റെ ലോഡറിൻ്റെ പിന്നും പുഷൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവീസ് വണ്ടി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഏത് വണ്ടിക്ക് മെയിൻ്റനൻസ് വന്നാലും ആ സ്പോട്ടിൽ നമ്മൾ സർവീസ് വണ്ടി ഇവിടെ എത്തും. ഇതാ നമ്മുടെ പിന്നും പുഷൊക്കെ ഇതാ പഴയത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെയുള്ളൊരു ചെറിയൊരു വാഷറും കൂടി മാറ്റണം, കിങ് പോസ്റ്റിന് സൈഡിലായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ലോക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മെയിൻ്റനൻസ് വർക്കിലാണുള്ളത് നമ്മുടെ വണ്ടി. പൊടിയടിച്ച് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പൊടി നമ്മളെ ഇതൊക്കെ കണ്ടൻസറൊക്കെ മൊത്തം ക്ലിയറാക്കി, റേഡിയേറ്ററൊക്കെ മൊത്തം പൊടിയെല്ലാം അടിച്ച് ക്ലിയറാക്കി. നമ്മുടെ ഉള്ളിലൊക്കെ ഇതാ ബിജു പൊടിയടിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സർവീസ് വണ്ടി ഇവിടുന്ന് പോവാണ്. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ടുള്ള പോക്കാണ്. വേറെ മിഷനും കാര്യങ്ങളൊക്കെ നന്നാക്കാനുണ്ട്. നമ്മുടെ JCBൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ബേക്കിലായിട്ടുള്ള ചെറിയൊരു സാധനം മാറ്റാനുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടല്ല, സ്റ്റോക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള പണി തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അത് മാറ്റണം. ഇവർ വേറെ പണിയിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ സ്ലൈവിൻ്റെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സൈഡിൽ ഇങ്ങനെ നനച്ച് വരുന്നുണ്ട്. നമ്മുടെ ബിജു അതാ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സൈഡിലേക്ക് പോകണം. സൈറ്റിൽ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് നായ ബസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദൂരെ ഇതാ നമ്മുടെ കൈക്കമ്പ അണ്ടർപാസ് ചെയ്യണം. അപ്പോൾ അവിടെ ഇപ്പം മണ്ണൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ചളിയും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല, നല്ല റോളർ അടിച്ച് സെറ്റാക്കിയ സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വരെ നമ്മൾ GSB ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നായ ബസാറിനും കൈക്കമ്പ VUPക്ക് അടുത്തായിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ പുതിയ പിന്നൊക്കെ ഇട്ടതാണ്, പിന്നും പുഷൊക്കെ മാറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീസൊക്കെ അടിച്ച് ഫില്ലാക്കുകയാണ്. ഗൈസ്, ബിജു ഗ്രീസ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗ്രീസ് തീർന്നു പോയി. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള ഗ്രീസാണ്, മഞ്ഞ ഗ്രീസ്. വാരി വാരി പൊത്തയാണ് മൂപ്പറ്. ഗൈസ്, ചെറിയ എന്തല്ലോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല. സൈഡായി വരുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മളിതാ നായ ബസ്സാണുള്ളത്. ഇവിടെ ഇപ്പോൾ സൈഡിലായിട്ട് നമ്മുടെ വർക്കേഴ്സ് ഇതാ ക്രാഷ് ബാരിയറിൻ്റെ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പണിക്കാർ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മംഗൾപ്പാടി ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിജു ഇതാ ഇവിടുന്ന് ഗ്രീസ് നനച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ഫ്രണ്ടിൽ ഇപ്പോൾ ലോഡറിൻ്റെ പിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്, പിന്നും പുഷൊക്കെ. അപ്പോൾ അത് ഗ്രീസൊക്കെ മാറ്റി ക്ലിയർ ആക്കിയിട്ടാണ് മാറ്റിയത്. അപ്പോൾ അതിലൊക്കെ ഗ്രീസ് അടിച്ച് ഫില്ലാക്കണം. നമ്മളിന്ന് ബിജുവിൻ്റെ കൂടെയാണുള്ളത്. നമ്മുടെ വണ്ടിക്ക് പണിയില്ല, കാരണം നമ്മുടെ വണ്ടി നമ്മുടെ RE1 ഇപ്പോൾ അവിടെ ചളിയായത് കാരണം അതൊക്കെ ഇനി വെയിൽ വന്ന് ഒന്ന് സെറ്റാവണം. അപ്പോൾ അല്ലാണ്ട് നമ്മുടെ വണ്ടി ഇറക്കാൻ പറ്റില്ല. വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വീണ്ടും ചളി കൊളായി പോകും. ഇപ്പോൾ എന്തായാലും ഇന്ന് വെയിൽ കൊണ്ട് നാളെ നമ്മൾക്ക് ഏതാണ്ട് ഒന്ന് ശരിയാവും, ഇല്ലെങ്കിൽ 2 ദിവസം വീണ്ടും കഴിയും. അതായിപ്പോൾ അവിടുത്തെ അവസ്ഥ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബിജു ഇതാ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നമ്മുടെ വേമിൻ്റെ മണ്ണൊക്കെ ഇതാ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വീട്ടിലേക്കുള്ള വഴിയിലൊന്ന് റെഡിയാക്കണം. ഈ കല്ലൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇവരുടെ വഴിയും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ശരിയാക്കി പോവാണ്. നമ്മുടെ സർവീസ് റോഡിൽ കൂടി ധാരാളം വണ്ടികൾ ഇങ്ങനെ ചറപറാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഒരൊറ്റ ദിവസം മാത്രമേ മഴ പെയ്ത് മൊത്തം കൊളാക്കിയിട്ടുള്ളൂ. ഇനി ഈ വെയിൽ കൊണ്ട് മൊത്തത്തിലൊന്ന് മണ്ണൊക്കെ ഒന്ന് ആറി വരണം. അപ്പോൾ അതിനുള്ളൊരു വെയിറ്റിങ്ങിൽ കൂടിയാണ് നമ്മുടെ പണി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഡിലേ ആവുന്നത്. മൊത്തം പണിയും നമ്മുടെ ഇതാ സ്റ്റോപ്പായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ
താഴൊക്കെ പണിയെടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത് മൊത്തം കൊളാക്കിയിരിക്കുകയാണ്. നമ്മളെ കൊളാക്കിയല്ല, മഴ പെയ്ത് കൊളായിപ്പോയി. ഇനിയിപ്പോൾ ഈ ചളിയെല്ലാം ഒന്ന് ആറണം, എന്നിട്ട് അത് കോരി ഒഴിവാക്കിയിട്ട് അടുത്ത പണിയെടുക്കണം. കേട്ടോ, അവിടെയൊക്കെ വെള്ളമാണ്. നമ്മുടെ പണി ഇങ്ങനെയാണ് ഡിലേ ആയി വരുന്നത്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ വേറെ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് എന്തോ ഒരു പണി വിളിച്ചിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. കൈക്കമ്പ അണ്ടർപാസിന്റെ അടുത്തും അതുപോലെ തന്നെ ഉപ്പള ഫ്ലൈ ഓവറിന്റെയും നടുവിലായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏകദേശം ഫെഡറൽ ബാങ്കിന്റെ സൈഡിലായിട്ട് ഇവിടെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ എഞ്ചിനീയർമാരും ലേബേഴ്സും ഒക്കെ ഇവിടുന്ന് അളവൊക്കെ എടുക്കുന്നുണ്ട്. എത്ര കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലായിട്ട് ഇതാ നമ്മുടെ ബൗണ്ടറി വാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബൗണ്ടറി വാളിന്റെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാവട്ടെ, ബൗണ്ടറി വാൾ ഇവിടം വരെ അടിച്ച് റെഡിയാക്കിയാണ്. ഇനിയിപ്പോൾ ഇവിടെ കട്ട് ചെയ്യണം. സൈഡിലായിട്ട് പോസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൂരെ കാണുന്നത് നമ്മുടെ കൈക്കമ്പയാണ് കേട്ടോ. ഇതേ നമ്മുടെ ബിജു ഇവിടെ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ബൗണ്ടറി വാള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മഴ പെയ്ത സൈറ്റൊക്കെ ചളിയായത് കൊണ്ട് നമുക്ക് ഇതുപോലത്തെ പണിയൊക്കെ നടക്കും. ഒന്നും വലിയ സീനില്ലാത്ത പണിയാണ്. ചളിയും കാര്യങ്ങളൊക്കെ ഇല്ല. ഇപ്പോൾ നമ്മൾ ബൗണ്ടറി വാൾ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതാ കുറച്ച് ഏരിയകളൊക്കെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്യണം. ഇത് നമ്മളിതാ ബൗണ്ടറി വാള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരെ ബൗണ്ടറി വാള് ഇപ്പോൾ പലയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ പലയൊക്കെ അടിച്ച് ഇനിയിപ്പോൾ ഇവിടെ സെറ്റാക്കണമെങ്കിൽ നമ്മളിവിടെ ബൗണ്ടറി വാളിൻ്റെ ലെവല് കട്ട് ചെയ്ത് അത് PCC അടിച്ച് റെഡിയാക്കി വെക്കണം. നമ്മുടെ സർവീസ് റോഡ് കൂടെ നല്ല വരിയായിട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമുക്കിത് കുറച്ച് ഏരിയ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഏരിയ ഈ ചളിയായി കിടക്കുന്ന ഇതൊക്കെ മണ്ണൊക്കെ മാറ്റി ഈ ഏരിയയിലൂടെ ബൗണ്ടറി വാള് കട്ട് ചെയ്യണം. ഇനി ബൗണ്ടറി വാള് കട്ട് ചെയ്തതിന് ശേഷം നല്ല മണ്ണൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കണം. നല്ല വെയിലത്ത് നിന്നാണ് പണിയെടുക്കുന്നത്. നമ്മുടെ ബിജു ഇത്രത്തോളം കുഴിച്ചാക്കിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. പണിക്കാരൊക്കെ ഇവിടെയുള്ള ഡ്രെയിനേജിന്റെ ഹോളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത് നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം കട്ടാക്കി നമ്മളിപ്പോൾ സർവീസ് കൊണ്ട് സൈഡിലായിട്ടാണ് പണിയെടുക്കുന്നത്. ഇനി വൈകുന്നേരം ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണം. നല്ല വെയിലെല്ലാം ഉണ്ട്. മഴ പെയ്താൽ പിന്നെ ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കൊളാവും. അപ്പോൾ ഇന്ന് തന്നെ കോൺക്രീറ്റ് എന്തായാലും ചെയ്യും. എന്നിട്ട് വേണം നാളെ നമുക്ക് ഇവിടെ വാളിൻ്റെ ബൗണ്ടറി വാളിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ. നമ്മുടെ പണിക്കാരത് ഇവിടെ നിന്നൊക്കെ പണിയെടുക്കുന്നുണ്ട്. ബൗണ്ടറി വാളിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ആയി കേട്ടോ. നമ്മുടെ ബിജു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സൂപ്പർവൈസർ ഇതാ നടന്നു വരുന്നുണ്ട്. നമ്മളിത് ഇത്രത്തോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഇനി ഇപ്പം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ വർക്കേഴ്സ് ഇത് ഇവിടുന്ന് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു മയക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പണി ഏതാണ്ട് തുടങ്ങാറായി. 3 മണിയാവാനായി. 2:50 2 മുതൽ 3 മണി വരെ നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. അപ്പം മുകളിലായിട്ട് നല്ലൊരു തണലുള്ളൊരു മരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാൻ സമയമായി. നേരത്തെ കുഴിച്ചു വെച്ച ബാക്കിയുള്ള ട്രെഞ്ച് എടുക്കണം. കൈക്കമ്പ 100% ആണ് ഇട്ടത്. നമ്മളെ കൈക്കമ്പ 100% അതിൻ്റെ അടുത്തുള്ള
ആ ഒരു ജംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈക്കമ്പയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ ആറേവാളിൻ്റെ അതിലൂടെ ഇങ്ങനെ സർവീസ് ഉണ്ട്, അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയായിട്ടുണ്ട്. നമ്മൾ ബിജു അതുപോലെ തന്നെ അഭിനേഷും മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര നേരം ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ പണി തുടങ്ങാൻ പോവാണ്. എത്രത്തോളം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടിയായി മൊത്തം ബ്ലോക്കായി. അപ്പോൾ ഗായ്സ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ പണിക്കാർ അവിടെ നിന്ന് PCCക്ക് വേണ്ടിയിട്ടുള്ള പലയൊക്കെ അടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട്. ഇത് നമ്മളെ കൈക്കമ്പ അണ്ടർപാസിൻ്റെ ഒക്കെ വരുന്ന തിരക്കാണ്. ഈ ഏരിയയിലായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഹാൻഡ് റോളറൊക്കെ ഇനി എടുക്കാനുണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ കഴിച്ച് നമ്മൾ കട്ടിങ് ഏകദേശം എത്രത്തോളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇവിടുന്ന് ലെവലൊക്കെ വെച്ചിട്ട് അളവൊക്കെ വെച്ച് ഇപ്പോൾ കയറൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറം ബോർഡെല്ലാം അടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ എർത്ത് കോമ്പാക്ടർ വെച്ചിട്ട് മണ്ണൊക്കെ ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം എർത്ത് കോമ്പാക്ടർ വെച്ചിട്ട് അടിച്ച് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കട്ട് ചെയ്ത ഏരിയ ആണ് കേട്ടത്. ഇന്ന് മൊത്തം ഇനി കോൺക്രീറ്റ് ചെയ്യണം. PCC ചെയ്തതിനു ശേഷം ബാക്കി നാളെ ഇപ്പം വാളിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണം. ഇതുവരെ നമ്മുടെ കുറേ ഈ ട്രോളർ വണ്ടികൾ പോകുന്നുണ്ടോ. എവിടെയൊക്കെ ഉള്ള പോക്കാണ്. നമ്മുടെ ബിജു അവിടുന്ന് ബാക്കിയുള്ള ഏരിയ ഒക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ മരത്തിൻ്റെ വേരങ്ങം കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് പിന്നെ സാധനം എടുത്ത് കൊണ്ടുപോകാൻ വന്ന ചങ്ങായാണ്. ഇതേ പോന്നു കട്ട് ചെയ്തൊരു കല്ല് കുടുങ്ങിയിട്ടുണ്ട്. അപ്പം ബോൾ വെക്കാൻ പറ്റൂല. അപ്പോൾ കല്ലെടുക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. എടുക്കേണ്ട വേറെ ഓപ്ഷൻ ഇല്ല, എങ്ങനെയെങ്കിലും എടുക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇതാ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഇതാ പണിക്കാർക്ക് ലെവലാക്കി വരുന്നുണ്ട്. നമ്മുടെ JCB ഇതാ അവിടെ കിടപ്പുണ്ട് കേട്ടോ. പയ്യന്മാർ കുറേ ശ്രമിച്ചു, കല്ലൊന്നും ചെയ്യാനാന്നില്ല. അപ്പോൾ നമ്മുടെ JCB വരുന്നുണ്ട്. അവസാന ഘട്ടം. ഇനിയിപ്പോൾ എല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് പണിക്കാർ കഴിഞ്ഞു. നമ്മുടെ JCB ഇതാ കല്ല് ഇളകിക്കൊണ്ടിരിക്കുന്നു. അവരെ പറഞ്ഞും കാര്യമില്ല, കുറച്ച് ഉറപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ഉറപ്പുണ്ട്. കമ്പിപ്പാരൊക്കെ ഒന്നും കുറെ നോക്കി. അവസാനം നമ്മുടെ കല്ല് പൊരിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കല്ലാണ് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ട് കല്ലിന്. ഇപ്പൊ ലാസ്റ്റ് നമ്മളെ JCB വന്ന് പൊരിക്കേണ്ടി വന്നു. ബാക്കിയുള്ള ഏരിയകളൊക്കെ ഇപ്പൊ റെഡിയാക്കണം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഈ സാധനം കൂടി മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു.